ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ആരേലും ഒരാൾ പറഞ്ഞേ. സൈനിന്റെ ഇക്വേഷൻ. സൈൻ സ്ക്വയർ തീറ്റ. അതല്ല, സൈൻ തീറ്റയുടെ ഇക്വേഷൻ ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസ് O by H ആണ് സൈനയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞ എന്താ? ആംഗിൾ എ. ഇതിന്റെ സൈൻ കാണാനാണ് പറഞ്ഞത് ക്വസ്റ്റ്യനില്. അപ്പൊ സൈൻ കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഓപ്പോസിറ്റ് എത്രയാന്ന് അറിയണോ, ഹൈപ്പോട്ടനിയസ് എത്രയാന്ന് അറിയണം. ഇതിലേതാ ഹൈപ്പോട്ടനിയസ്? എ ബി ആണോ, ബി സി ആണോ, എ സി ആണോ? എ സി ആണ്. എ സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഇതില് തന്നത് അവർ കണ്ടുപിടിച്ചതിന് ശേഷം എഴുതിയതാ, പക്ഷെ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ആ 2, 9 അല്ല 3, 4 എന്നൊക്കെ എഴുതിയിട്ടൊരു ട്രയാങ്കിൾ വരച്ചത്. അപ്പൊ എങ്ങനെയാ നമ്മള് എ സി കണ്ടുപിടിക്കണം. അത് കണ്ടോ? ഇവിടെ ചെയ്തേക്കണ കണ്ടോ? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇവിടെ ഒരു സ്ക്വയർ ഇട്ടത് എന്താണെന്നറിയോ? റൂട്ട് ചെയ്യാത്തോണ്ട്. റൂട്ട് ഇടാണെങ്കിൽ സ്ക്വയർ വേണ്ട, സ്ക്വയർ വെട്ടിക്കളയാം. ഓക്കെ, എന്നാ ഇതിലെ പോലെ പഠിച്ചോ. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഈ സ്ക്വയറിന് ഇതിനെയാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾക്ക് 7ന്റെ സ്ക്വയറും 24ന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ കിട്ടൂലേ? അതന്നെ. 24ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും, അതായത് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 24. അപ്പൊ 24ന്റെ സ്ക്വയർ. ബി സി എന്ന് പറഞ്ഞാൽ എന്താ? 7. അപ്പൊ 7ന്റെ സ്ക്വയർ. അങ്ങനെ 24ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും ചെയ്തിട്ട് 576 പ്ലസ് 49 കിട്ടും. എന്നിട്ട് 625 കിട്ടിയത്. 625ന്റെ റൂട്ടാണ് എന്ത്? 25. അത്രയും ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇവിടെ 25 കിട്ടും. ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ഒരു മോഡൽ കാണിച്ചു തന്നില്ലേ മിസ്? ആ മോഡൽ പ്രകാരം തന്നെ നമുക്ക് ഈ 7ന്റെയും 24ന്റെയും റൂട്ട് എടുത്തിട്ട് അത് വെച്ച് ചെയ്യാന്നാണ് ഉദ്ദേശിക്കണത് അല്ലേ? അതെ അതെ. ഇവര് ആദ്യമേ റൂട്ട് ഇട്ടില്ല എന്ന് മാത്രം, അവസാനാണ് റൂട്ട് ഇട്ടത്. ഞാൻ ആദ്യമേ റൂട്ട് ഇട്ട് അങ്ങ് പഠിപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താ? സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ്. ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. സൈനോ കോസോ ടാനോ കൊസീക്കോ സീക്കോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം സൈനയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനില്. അപ്പൊ സൈന എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസ്, അതായത് എന്റെ ഓപ്പോസിറ്റ്. എന്റെ ഓപ്പോസിറ്റ് ഏതാ കിടക്കുന്നേ? ബി സി അല്ലേ? ബി സി അല്ലേ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്? അതുപോലെ ഹൈപ്പോട്ടനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. എന്റെ ഹൈപ്പോട്ടനിയസ് എപ്പോഴും ഇത് തന്നെയായിരിക്കും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനിയസ്. അപ്പൊ ഹൈപ്പോട്ടനിയസ് എ സി. അപ്പൊ നമ്മൾ ബി സി ബൈ എ സി ചെയ്യുമ്പോ 7 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 25 സെന്റിമീറ്റർ. അതാണ് സൈന്. ഇത്ര എഴുതിയാൽ മതി. കാൽക്കുലേറ്ററിൽ അടിച്ച് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈനെ കിട്ടി. ഇനി കോസെ എങ്ങനെ കണ്ടുപിടിക്കും? കോസെന്റെ ഇക്വേഷൻ എന്താ? എ ബൈ എച്ച്. അതായത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനിയസ്. എ ബൈ എച്ച് എന്ന് പഠിച്ചാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. അപ്പൊ എ ബൈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ്, അതായത് എ ആണ്. കോസ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ കൺസിഡർ ചെയ്യണം, അതായത് ഈ ആംഗിൾ കൺസിഡർ ചെയ്യണം. അതിന്റെ അടുത്ത സൈഡ് ഏതാ അഡ്ജസെന്റ് എന്ന് പറയുന്നത്? ഇതാണ് അതിന്റെ അഡ്ജസെന്റ് സൈഡ്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ അപ്പോഴും ഹൈപ്പോട്ടനിയസ് തന്നെയാണ് വേണ്ടത്. ഹൈപ്പോട്ടനിയസ് ഏതാ? ഇത്. അപ്പോ 24/25 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസെ കിട്ടും. ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യണതാട്ടോ. ആദ്യം അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനിയസ് എന്നൊന്നും എഴുതണ്ട, എ ബൈ എച്ച് എന്ന് എഴുതാ.
അതുപോലെ തന്നെ എ ബി ബൈ അത് ഏതാന്ന് നോക്കാം. അഡ്ജസന്റ് ഏതാ? എ ബി. എ എന്നുള്ളത് ആംഗിൾ ഇവിടെ, അഡ്ജസന്റ് ഏതാ? എ ബി. അത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? എ സി. അത് അങ്ങനെ എഴുതാ. എന്നിട്ട് എ ബിയുടെ വാല്യൂ അവിടെ എഴുതി കൊടുക്കുക 24. എ സിയുടെ വാല്യൂ അവിടെ എഴുതാ 25. അങ്ങനെ എഴുതുമ്പോ തെറ്റില്ല. അല്ലാതെ നിങ്ങൾ കാണാതെ പെട്ടെന്ന് അഡ്ജസന്റ് 24 നോക്കി എഴുതുമ്പോ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും. അതേസമയം അത് എഴുതി വെച്ചതിന് ശേഷം എഴുതാണെങ്കിൽ തെറ്റില്ല. അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവല്ലേ, അപ്പൊ തെറ്റില്ല. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? മാഡം അപ്പൊ ഇതിനെ 7/25 ഹരിക്കേണ്ടി വരുമോ? ആ ഹരിക്കണ്ടേന്നല്ലേ? അതിങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തോ 24/25 എന്ന് പറയുമ്പോ ഒരു പോയിന്റ് വാല്യൂ കിട്ടും. അതെഴുതിയാലും അതെഴുതിയാലും ശരിയാണ്. 24/25 എഴുതിയാലും ശരിയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞ് എഴുതിക്കോ. 5/25 വന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/5 എന്ന് എഴുതാലോ. അങ്ങനെ എഴുതിക്കോ. ഇത്ര എഴുതിയാലും മാർക്ക് തരും. മിസ് ഇപ്പൊ കാൽക്കുലേറ്റർ ചെയ്തപ്പോഴേ 0.96 കിട്ടിയത് കാൽക്കുലേറ്ററിൽ. അത്രേ കിട്ടുള്ളൂ. അതെഴുതിക്കോ. ഇങ്ങനെ എഴുതിയിട്ട് അത് എഴുതിക്കോ. അതായത് 24/25 സമട്ടിട്ട് അതും കൂടി എഴുതണം അല്ലേ? അപ്പൊ എഴുതണമെങ്കിൽ എഴുതിക്കോ. എഴുതിയില്ലെങ്കിലും മാർക്ക് തരും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് രണ്ടും കറക്റ്റ് ആണ്. ശരിക്കും രണ്ടും ശരിയാണ്. ശരിയാ. ഓക്കെ. ഇനി അടുത്തത് എന്താ? നമ്മുടെ അടുത്ത് സൈൻ സി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അയ്യോ, കുഴപ്പമില്ല. അടുത്തത് എന്താ പറഞ്ഞേ? സൈൻ സി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് എഴുതാൻ പറ്റണില്ലേ ഞാൻ പറയുമ്പോ? ഓക്കെ. അടുത്തത് നമ്മുടെ അടുത്ത് സൈൻ സി കണ്ടുപിടിക്കാനാ പറഞ്ഞത്. സൈൻ സി. സൈന്റെ അടുത്തുള്ളത് എന്താന്ന് നോക്കാം. സി ആണ്. അപ്പൊ സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സി. ആദ്യം സി നോക്കാം. ഇനി സിന്റെ സൈൻ. സൈന്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? സിന്റെ ഓപ്പോസിറ്റ് ഏത് സൈഡാ കിടക്കണേ? ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ഏത് സൈഡാ? എ ബി അല്ലേ? എ ബി അല്ലേ? എ ബി. എ ബി ആണ് വരുന്നത്. അപ്പൊ എ ബി വരുമ്പോ 24. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഹൈപ്പോട്ടന്യൂസ് മാറില്ല എപ്പോഴും. 25 തന്നെ. എ സി. അപ്പൊ 24/25 അവിടെ കിട്ടി. സൈൻ സി കിട്ടി. ഇനി അടുത്തത് എന്താ? കോസി കണ്ടുപിടിക്കണം. കോസിയുടെ ഇക്വേഷൻ എന്താ? A/H. അപ്പൊ A/H എന്ന് പറയുന്നത് കോസിന്റെ A എന്താ? കോസിനോട് ചേർന്ന് കിടക്കുന്ന സാധനാണ്. അല്ല, സിനോട് ചേർന്ന് കിടക്കുന്ന സാധനാണ് സിന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത്. അതായത് 7. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും 25 തന്നെ. ഹൈപ്പോട്ടന്യൂസ് ഒരിക്കലും മാറില്ല. ഇപ്പൊ 7/25. ഇനി ഞാൻ അന്നൊരു റിലേഷൻ പറഞ്ഞിരുന്നു. അതായത് ഈ സൈന് കോസും തമ്മിലുള്ള ഒരു റിലേഷൻ ഞാൻ പറഞ്ഞില്ലേ? 90 ഡിഗ്രിന്ന് കുറച്ച് കഴിഞ്ഞാ രണ്ടും ഈക്വൽ ആന്നുള്ളത്. ആ റിലേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എവിടെയെങ്കിലും? ഞാൻ അന്ന് പറഞ്ഞില്ലേ? അതായത് 90 ഇവിടെയുള്ള സാധനവും ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇവിടെ 90 - x ആണ്. അപ്പൊ സൈൻ എക്സ് ഇസിക്കൽ ടു കോസ് 90 - x ആന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇതും കണ്ട? ഹലോ. അത് രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നാണ്. അതെന്താ? ആദ്യത്തെ സാധനം എന്താ? കോസ്. രണ്ടാമത്തെ സാധനം എന്താ? സൈൻ സി. അതായത് ഇതെന്ന് പറഞ്ഞാൽ 90 അല്ലേ? 90. വേറെ പേന കൊണ്ട് വരയ്ക്കാം. ഇത് 90.
അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ആംഗിള് എക്സ്. ഇതെന്ന് പറഞ്ഞ എന്താ 90 മൈനസ് എക്സ്. അപ്പോ സൈൻ എക്സും കോസ് 90 മൈനസ് എക്സും എന്താ ഒരേ വാല്യൂ ആണ് കിട്ടുക. അതിപ്പോ മനസ്സിലായില്ലേ? ഇനി അത് മനസ്സിലായില്ലെങ്കിൽ അത് വിടുക. ഞാൻ നേരത്തെ ഇത് കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായില്ലേ? അത്രയും ഓർത്ത് വെച്ചാ മതി. ബാക്കിയത്തെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലായവർക്ക് നല്ലത്, അല്ലാത്തവര് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. ഓക്കെ ഓക്കെ ആ ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ട. ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുന്നു π/4ന്റെ റേഡിയൻ ഡിഗ്രി, π/4 റേഡിയന്റെ ഡിഗ്രി അളവ് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? മറ്റേ ടേബിൾ ഇല്ലേ, ഈ ടേബിള് ഇത് പഠിക്കണം. കണ്ട π/4ന്റെ ഇത് റേഡിയനിലാ ഈ ലൈൻ. ഓക്കെ, π/4ന്റെ റേഡിയന്റെ ഡിഗ്രി അളവ് എന്താ? അതിന്റെ മുകളിൽ തന്നെ ഉണ്ട് 45. അതന്നെ. അപ്പൊ അത് പഠിച്ചാ മതി, ആ ടേബിള് പഠിച്ചാ മതി. ഇനി പൈതഗോറസ് വരുന്ന ഒരെണ്ണം കൂടി ചെയ്യാം നമുക്ക്. പൈതഗോറസ് എന്ന് പറഞ്ഞ എന്താ? ഈ സ്ക്വയർ ഇട്ടിട്ട് കണ്ടുപിടിക്കുന്നതാണ് പൈതഗോറസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റൈറ്റ് ട്രയാങ്കിൾ, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഹലോ, ഒരു സൈഡ് 90 ഡിഗ്രി. അതെ, വെരി ഗുഡ്. ഒരു സൈഡ് 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതിന്റെ പേരെന്താ? ABC ന്ന്. അതിന്റെ പേരെന്താ? ABC. അതില് ബി എന്താ? അക്യൂട്ട് ആണ്. അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? 90-നേക്കാളും കുറവാണ്. ഒരു കോൺ, അതായത് ബി അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കോണും 90-നേക്കാളും കുറവാണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ 90-നേക്കാളും ചെറുതാണ്. ഓക്കെ, മാറിപ്പോരുത്. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോണും 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി. ആ ആംഗിൾ, അതായത് ഏത് ആംഗിൾ ആണ്? ഇപ്പൊ ബി എന്ന് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ ബി 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. മനസ്സിലായോ? സംശയമുണ്ടോ? ഹലോ, ഇത് മനസ്സിലായോ? ഹലോ ഹലോ, ആർക്കും മനസ്സിലായില്ലേ? കേക്കുന്നുണ്ട്. അല്ല, മനസ്സിലായില്ലേ ആർക്കും? മനസ്സിലായില്ലേ അല്ലെ? അതെ, ഓക്കെ. ഇതെന്താ പറയുന്നേ? അക്യൂട്ട് ട്രയാങ്കിൾ എന്നാ ഇത് പറയുന്നേ. കണ്ടോ, അവിടെ വായിച്ചു നോക്ക്. അക്യൂട്ട് ട്രയാങ്കിൾ എന്നാ. ട്രയാങ്കിൾ കണ്ട, ഒരു TRI ഉണ്ട്. കണ്ട, അന്ന് വെച്ചാ എന്താ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞ എന്താ? ത്രികോണം. അതായത് 3 ആംഗിളും 90 ഡിഗ്രിനേക്കാളും ചെറുത്. അതിനാണ് അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാ അത് ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറഞ്ഞ എന്താ? ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. അത് 90 ഡിഗ്രിനേക്കാളും ചെറുതാന്ന്. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിനേക്കാളും ചെറുതാന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ?
മനസ്സിലായി മനസ്സിലായി. ആ